നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇടുക്കി രാജാക്കാട്ടിലുണ്ടായ ലോറി അപകടത്തിൽ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മരിച്ചത് കമ്പിളികണ്ടം സ്വദേശി ആകാശ്. അപകടം നിയന്ത്രണം വിട്ട ലോറി മൺതിട്ടയിലിടിച്ച്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പതിവ് സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മദപ്പാടെന്ന് വനംവകുപ്പ്. ആക്രമണ സ്വഭാവമുള്ളതായി മുന്നറിയിപ്പ്. പാലക്കാട് കുമ്പിടിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. ഇടുക്കി മൂലമറ്റത്ത് പായയിൽ പൊതിഞ്ഞ നിലയിൽ പുരുഷ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസം പഴക്കം. കൊലപാതകമെന്ന് പോലീസ്. ഇടുക്കി നെടുങ്കണ്ടത്ത് പുൽമേട്ടിൽ തീപിടുത്തം. തീ പടർന്നത് ജനവാസ മേഖലയോട് ചേർന്നുള്ള മേഖലയിൽ. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. പഴയ കൊച്ചറയിൽ പടക്കം പൊട്ടിത്തെറിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. പടയപ്പ മദപ്പാടിലെന്ന് വനംവകുപ്പ്. ഇതോടെ ആനയെ നിരീക്ഷിക്കാനായി വാച്ചർമാരടങ്ങുന്ന പ്രത്യേക സംഘത്തെയും വനംവകുപ്പ് നിയോഗിച്ചു. കഴിഞ്ഞ ദിവസം മദപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനാകുകയും ഇരുചക്ര വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പതിവ് സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മദപ്പാട് കണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇടത് ചെവിയുടെ ഭാഗത്തായാണ് മദപ്പാട് കണ്ടെത്തിയത്. കഴിഞ്ഞ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ പടയപ്പയെ ആനയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലായത് അത് മസ്തിലേക്ക് കടന്നിട്ടുള്ളതാണ്. അപ്പം അതിനെപ്പറ്റി ജനങ്ങളെ അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ നമ്മുടെ അതിന്റെ നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 2 വാച്ചർമാരെ പൂർണ്ണസമയം ഈ ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പം നിയോഗിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെയാണ് പടയപ്പയിൽ മദപ്പാട് കണ്ടെത്തിയത്. മുൻ വർഷങ്ങളിൽ ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ ഇപ്പോൾ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ വർഷത്തെ മദപ്പാട് കാലത്ത് പടയപ്പ ആക്രമണം നടത്തിയിരുന്നു. ഉൾവനത്തിലേക്ക് പിൻവാങ്ങാതെ ജനവാസ മേഖലയിലൂടെ തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി പടയപ്പയുടെ സഞ്ചാരം. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് കുമ്പിടിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. ഉമ്മത്തൂർ സ്വദേശി ഉമ്മറിന്റെ വീട്ടിലെ 40 കോഴികളെയാണ് നായ്ക്കൾ കടിച്ചു കൊന്നത്. 63 കോഴികൾ ഉണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും ചത്തു. 26,000 രൂപയുടെ നഷ്ടമുണ്ടായതായി വീട്ടുടമ പറഞ്ഞു. ഇടുക്കി രാജാക്കാട്ടിലുണ്ടായ ലോറി അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. കമ്പിളികണ്ടം സ്വദേശി ആകാശാണ് മരിച്ചത്. പാറപ്പൊടിയുമായി വന്ന ടോറസ് ലോറി നിയന്ത്രണം വിട്ട് മൺതിട്ടയിലിടിച്ചാണ് അപകടമുണ്ടായത്. ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായി തകർന്നു. ഇന്ന് രാവിലെ 7 മണിക്കാണ് അപകടമുണ്ടായത്. ഇടുക്കി മൂലമറ്റത്ത് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. 2 ദിവസത്തോളം പഴക്കമുണ്ട്. പുരുഷന്റേതാണ് മൃതദേഹം. ജീർണിച്ചു തുടങ്ങിയ മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കൊലപാതകമാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. കൊല്ലം തെന്മല ഇടമണിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചതിന് 2 പേർ അറസ്റ്റിലായി. പുനലൂർ സ്വദേശികളായ ഗോപാലകൃഷ്ണപിള്ള, ശ്രീകാന്ത് എന്നിവരാണ് പിടിയിലായത്. വെള്ളിമല ഇടമൺ സ്വദേശികളുടെ കടകൾ കുത്തിത്തുറന്നാണ് റബ്ബർ ഷീറ്റുകൾ കവർന്നത്. പ്രതികൾ സഞ്ചരിച്ച വാഹനം പിടിച്ചെടുത്തു. ഇടുക്കി നെടുങ്കണ്ടത്ത് പുൽമേട്ടിൽ തീപിടിച്ചു. കല്ലാർ ഡാമിനോട് ചേർന്നുള്ള KSEB അധീന മേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഇടുക്കി പഴയ കൊച്ചറ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിനിടെ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പടക്കത്തിന് തീപിടിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ചേറ്റുകുഴി ചിറവക്കാട്ട് ജോബിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ജോബിയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കല പാപനാശം തീരത്ത് വെളിച്ചമില്ലാതായിട്ട് കാലങ്ങളായി. ഇതോടെ തീരവും ക്ലിഫും കാണാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ വലിയ ആശങ്കയിലാണ്. ദിവസവും വിദേശികളടക്കം ആയിരങ്ങൾ എത്തുന്ന ഇടം. പാപനാശം തീരവും പ്രകൃതി മനോഹരമായ കുന്നുകളും കാണാൻ എത്തുന്നവർക്ക് പക്ഷേ സന്ധ്യയായാൽ സ്ഥിതി മാറും. ടൂറിസം വകുപ്പ് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ കത്താതായിട്ട് മാസങ്ങളായി. ക്ലിഫ് മുതൽ തിരുവമ്പാടി വരെയുള്ള നടപ്പാതയിലെ ലൈറ്റുകളും നശിച്ചു. ഇതോടെ സഞ്ചാരികളുടെ സുരക്ഷയും ആശങ്കയിലാണ്. 11 മണിക്ക് ശേഷം റിസോർട്ടുകളിൽ ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലെ പോകുന്ന സഞ്ചാരികൾക്ക് പോകാൻ വലിയ പാടാണ്. അതൊക്കെ എൻ്റെ താഴെ കുഴിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ലൈറ്റിൻ്റെ ഉള്ള കാര്യങ്ങൾ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് ക്യാമറകൾ. പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളൊന്നും അവിടെ പ്രവർത്തനമല്ല. കടകളിലെ ലൈറ്റ് അണഞ്ഞാൽ പിന്നെ പറയണ്ട. സഞ്ചാരികൾ തപ്പിത്തടഞ്ഞു വേണം സഞ്ചരിക്കാൻ. സുരക്ഷയ്ക്കായി സ്ഥാപിച്ച ക്യാമറകളും പ്രവർത്തിക്കുന്നില്ല. ഈ സാഹചര്യമെല്ലാം മുതലെടുത്ത് സെപ്റ്റിക് മാലിന്യം അടക്കമുള്ളവ കുന്നിൽ നിന്നും തീരത്തേക്ക് ഒഴുക്കുന്നതായും ആരോപണമുണ്ട്. പലവട്ടം പരാതി നൽകിയിട്ടും നടപടി മാത്രമില്ല. ന്യൂസ് 18 വർക്കല. കാസർഗോഡ് ചീമേനിയിൽ മദ്യവിൽപ്പനശാലയ്ക്കെതിരായ നാട്ടുകാരുടെ സമരം 100 ദിവസം പിന്നിട്ടു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ മദ്യവിൽപ്പനശാല തുടങ്ങാനുള്ള നീക്കം പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചെറുവത്തൂരിൽ പൂട്ടിച്ച മദ്യവിൽപ്പനശാലയാണ് ചീമേനിയിൽ സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നത്. ചെറുവത്തൂരിൽ പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് ഒറ്റ ദിവസം കൊണ്ട് പൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പന കേന്ദ്രം ചീമേനിയിൽ തുറക്കാനാണ് നീക്കം. ഇതിനെതിരെ 3 മാസത്തിലേറെയായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. മദ്യശാല തുറന്ന ഒരു സ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. ഗവൺമെന്റ് സ്ഥാപനം സ്ഥാപിക്കുന്നതിന് എതിരൊന്നുമല്ല. പക്ഷേ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരൊരു സുരക്ഷയും ജീവനും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഒരുപാട് ക്രിമിനൽ കേസുകൾ വർദ്ധിക്കുകയാണ് മദ്യത്തിൻ്റെയും അതുപോലെ ലഹരിയുടെയും മറവിൽ. അപ്പോൾ നമ്മൾ ഈ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഈ സ്ഥാപനം എന്ത് തന്നെ തുറക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ വേറെ എവിടെയായാലും ഒറ്റപ്പെട്ട സ്ഥലത്ത് ഗവൺമെന്റ് എല്ലാ നോംസും പാലിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്നതിൽ ഞങ്ങൾക്ക് എതിരില്ല. ചീമേനി ടൗണിന് സമീപം കയ്യൂർ റോഡിലാണ് കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാലയ്ക്കായി കെട്ടിടം കണ്ടെത്തിയത്. ഇതിനു മുന്നിൽ സമരപ്പന്തൽ കെട്ടിയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം. മുമ്പ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരു തിയേറ്റർ നൃത്തം. അപ്പം ഇതും കൂടി വന്നാൽ പിന്നെ നമുക്ക് സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും കൂടി ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ പറ്റൂല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഏക്കർ കണക്കിന് ഭൂമിയുള്ള പ്രദേശത്ത് മദ്യശാല സ്ഥാപിക്കുന്നത് സാമൂഹിക പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നാണ് ആരോപണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും നമ്മുടെ ജീവിതത്തിന് വഴിമുടക്കുന്ന രൂപത്തിലുള്ള ഭീഷണികളാവുന്ന ഇത്തരം പദ്ധതികൾ യാതൊരു കാരണവശാലും ഈ ചീമേനിയിൽ അനുവദിച്ച് പോകാൻ പറ്റില്ല. നമ്മൾ വീണ്ടും എടുത്തു പറയുന്നു, നമ്മൾ മദ്യവിൽപ്പനശാലയ്ക്കെതിരെയല്ല. കാരണം ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇത് സ്ഥാപിക്കുന്നതിന് നമ്മൾ എതിരല്ല. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കൈവരികൾ തകർന്ന പാലത്തിലൂടെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യുകയാണ് കൊല്ലം വാളക്കോട് നിവാസികൾ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലാണ് അപകടക്കെണിയായ ഈ റോഡ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പുനലൂർ ചെങ്കോട്ട റെയിൽപാത. കേരളവും തമിഴ്നാടുമായുള്ള വാണിജ്യബന്ധം സുഗമമാക്കാൻ ഇവിടെ മേൽപ്പാലവും നിർമ്മിച്ചിരുന്നു. 6 അടി വീതിയിലാണ് പാലം. എന്നാൽ ഈ പാലം ഇപ്പോൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. കൈവരി പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഈ ഒരു ചൈനയിൽ വളരെ ദുർഘടമാണ്. നമ്മളെ എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓപ്പണിങ്ങിന് തന്നെ വന്നപ്പോൾ എംപിയും MLA ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഈ കാര്യങ്ങൾ ഇതിന്റെ ഓണർ തന്നെ പറഞ്ഞത്. പക്ഷേ ഈ സ്കൂളിലൊക്കെ വിട്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ പോകുമ്പോൾ ഭയങ്കര ദുർഘടമാണിത്. കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും. 4 മണിക്ക് വൈകിട്ട് 4 മണിക്ക് ഇതൊക്കെയാണ് വളരെ ദുർഘടമാണ്. ഇത് വളരെ അടിയന്തരമായിട്ട് മാറ്റണം. റെയിൽവേ പാലം പണിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിനൊന്ന് വീതി കൂട്ടിയാൽ മതി. വർഷങ്ങൾക്ക് മുൻപേ വാളക്കോട് മേൽപ്പാലത്തിൽ അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പുനലൂരിലെത്തേണ്ട വാഹനങ്ങൾ തെന്മല കുളത്തൂപ്പുഴ അഞ്ചൽ വഴി വേണം പോകാൻ. സുരക്ഷാ ബോർഡുകളും ഇതിനായി സ്ഥാപിച്ചു. എന്നാൽ ഇതൊന്നും നടപ്പായില്ല. വലിയ വാഹനങ്ങളടക്കം ഇപ്പോഴും ഇതുവഴി തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. കൈവരി തകർന്ന പാലത്തിലൂടെ കുട്ടികളടക്കം സഞ്ചരിക്കുന്നുണ്ട്. പാലത്തിൽ രൂപപ്പെട്ട വലിയ കുഴികളും ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു. വർഷങ്ങളായി പാലം വീതി കൂട്ടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ജനപ്രതിനിധികളുടെ ഇടപെടലുകളും ഒട്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ട് അതിനൊരു നടപടി എടുത്തിട്ടില്ലാത്തതാണ്. മാത്രമല്ല രാത്രി കാലങ്ങളിൽ ദീർഘദൂര ബസ്സുകൾ വരുന്നത് ഇവിടെ ബ്ലോക്കായി കഴിഞ്ഞാൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ് പൊതുജനത്തിന് അനുഭവപ്പെടുന്നത്.
റെയിൽവേയുടെ പണി നടക്കുമ്പോൾ തന്നെ വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ റെയിൽവേയുടെ പാലം പണി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും മറ്റ് അനന്തര നടപടികൾ തുടങ്ങിയിട്ടില്ലാത്തതാണ്. ഇപ്പോൾ തന്നെ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് ഇതിലെ കുഴി പോലും അടയ്ക്കുന്നതിന് NH അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം. പാലം നവീകരണവുമായി ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് MP-യും MLA-യും ഇവിടെ സന്ദർശിച്ചിരുന്നു. മേൽപ്പാലം നവീകരണത്തിനായി റെയിൽവേ സ്ഥലം നൽകാമെന്ന് അറിയിച്ചെങ്കിലും തുടർ നടപടി നീളുകയാണ്. ന്യൂസ് 18 പുനലൂർ. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന കാരക്കാട് കൊണ്ടയൂർ പാലത്തിന്റെ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി MLA-മാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. 50 കോടി രൂപയാണ് പാലത്തിന് വകയിരുത്തിയത്. പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാടിനെയും തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂരിനെയും ബന്ധിപ്പിച്ചാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുന്നത്. 2017-2018 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലാണ് കൊണ്ടയൂർ പാലത്തിന് ഫണ്ട് വകയിരുത്തിയത്. 50 കോടി രൂപയാണ് പദ്ധതിക്കായി വകയെടുത്തിട്ടുള്ളത്. ഓങ്ങല്ലൂർ വില്ലേജിൽ നിന്ന് 150 സെന്റും കൊണ്ടയൂർ വില്ലേജിൽ നിന്ന് 60 സെന്റുമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLA, ചേലക്കര MLA ആയ UR പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പാലം നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് സൗജന്യമായി സ്ഥലം വിട്ടുനൽകാൻ ആളുകൾ സന്നദ്ധരാവണമെന്ന് MLA അഭ്യർത്ഥിച്ചു. ഇതിനു പുറമെ നിലവിലുള്ള റെയിൽവേ അടിപ്പാതയ്ക്ക് അടുത്തു തന്നെ മറ്റൊരു അടിപ്പാതയും നിർമ്മിക്കും. ഇതിനായി 15 കോടി രൂപ റെയിൽവേക്ക് അനുവദിക്കും. കാരക്കാട് പ്രദേശത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും ബസ് സർവീസ് ഇല്ലാത്തത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പാലം യാഥാർത്ഥ്യമായാൽ കൂടുതൽ യാത്രാ സൗകര്യം ഉണ്ടാവുകയും കാരക്കാട് പ്രദേശത്ത് കൂടുതൽ വികസനവും വരുമെന്നാണ് പ്രതീക്ഷ. കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി തൃശൂർ ജില്ലയിലെ പ്രൊജക്റ്റായിട്ടാണ് പദ്ധതി നടപ്പാക്കുക. പാലം യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി മേഖലയിൽ നിന്നും തൃശൂരിലേക്കുള്ള യാത്രാ ദൂരവും കുറയും. ന്യൂസ് 18 പാലക്കാട്. പകുതി വിലയിൽ സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണൻ പരാതിക്കാർക്കയച്ച ശബ്ദ സന്ദേശം പുറത്ത്. പോലീസ് സ്റ്റേഷനിലിരുന്നാണ് പരാതിക്കാർക്ക് പ്രതി ശബ്ദ സന്ദേശങ്ങൾ അയച്ചത്. തനിക്കെതിരെ പരാതികൾ അധികമായാൽ പുറത്തിറങ്ങാൻ വൈകുമെന്നും താൻ പുറത്തിറങ്ങിയാലേ എല്ലാവർക്കും പണം തിരികെ നൽകാൻ കഴിയൂ എന്നും പ്രതി പരാതിക്കാരോട് അഭ്യർത്ഥിച്ചു. പരാതിയുടെ മേൽ പരാതികളായിട്ട് പോയാൽ എനിക്ക് പ്രശ്നങ്ങൾ സാധിക്കുകയില്ല, എനിക്ക് പുറത്തു വരവ് സാധ്യമാകില്ല. ഞാൻ പുറത്തു വന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ തീർക്കാനുള്ളത് എന്നെ സഹായിക്കാൻ ആളുകളുണ്ട്, കമ്പനികളുണ്ട്, അതുകൂടാതെ ധാരാളം സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പരമാവധി ഉപദ്രവിക്കരുത്. ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇടുക്കിയിലെ നെടുങ്കണ്ടം, കമ്പംമെട്ട്, ഉടുമ്പൻചോല സ്റ്റേഷനുകളിൽ നിരവധി സ്ത്രീകളാണ് അനന്തു കൃഷ്ണനെതിരെ പരാതി നൽകിയത്. സീഡ് എന്ന പേരിൽ വിവിധ മേഖലകളിൽ സൊസൈറ്റികൾ രൂപീകരിച്ച് കോടികളുടെ തട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ നടത്തിയത്. ഇയാളെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് വിവരം അറിഞ്ഞതോടെ ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി പേരാണ് അനന്തുവിനെതിരെ പരാതിയുമായി എത്തിയത്. നിലവിൽ 500ഓളം പരാതികൾ ലഭിച്ചതായാണ് വിവരം. 3 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. 60,000 രൂപ വരെയാണ് ഓരോരുത്തരുടെയും പക്കൽ നിന്ന് വാങ്ങിയത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 62 സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. പരാതികളുടെ എണ്ണം കൂടുന്തോറും താൻ പുറത്തിറങ്ങാൻ വൈകുമെന്നും തന്റെ പ്രായം പരിഗണിക്കണമെന്നും പ്രതി പരാതിക്കാരോട് അപേക്ഷിക്കുന്നുണ്ട്. താൻ പുറത്തിറങ്ങി രാജ്യം വിടുമെന്ന പേടി ആർക്കും വേണ്ടെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. എനിക്ക് പാസ്പോർട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ത്യ വിടാനായിട്ട് കഴിയില്ല. ഞാൻ രാജ്യം കടന്നു കളയുമെന്നൊരു ടെൻഷൻ ആർക്കും വേണ്ട. എനിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം എപ്പോഴാണോ ഉണ്ടാകുന്നത്, ഞാൻ പുറത്തു വന്നാൽ നിങ്ങളെയൊക്കെ കാണുവാൻ കഴിയുകയും ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങളുടേതായ പൈസ തിരികെ തരാനായിട്ട് പറ്റുകയും ചെയ്യും. അതിനുള്ള ഒരു ക്രമീകരണം നിങ്ങൾ പരാതികൾ കൊടുക്കാതെ എനിക്ക് പുറത്തു വരാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കുക. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സാമൂഹിക ഉന്നമനം ലക്ഷ്യം വെച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്നായിരുന്നു സീഡ് സൊസൈറ്റിയുടെ പ്രചാരണം. ആദ്യഘട്ടത്തിൽ വളങ്ങളും കൃഷി ഉപകരണങ്ങളും അടക്കമുള്ളവ വിതരണം ചെയ്തു. ജനപ്രതിനിധികളും ആശാവർക്കർമാരും ഉൾപ്പെടെയുള്ളവർ പ്രമോട്ടർമാരായും എത്തിയതോടെ കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചു. പണം നൽകിയവർക്കെല്ലാം ഉടൻ സ്കൂട്ടർ നൽകുമെന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരമെന്ന് പ്രമോട്ടർമാർ പറയുന്നു. MLA ഒന്ന് അഡ്രസ് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിന്റെ ക്രെഡിബിലിറ്റി എത്ര ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് എങ്ങനെയൊക്കെയാ തട്ടിപ്പെന്ന് അറിയുന്നത്. പോലീസ് പറഞ്ഞിരിക്കുന്നത് അയാള് പാപ്പരാണ്, അയാളുടെ കയ്യിലൊന്നുമില്ല. അയാൾ 700 കോടിയുടെ ഏകദേശം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 27 വയസ്സുള്ളൂ അയാൾക്ക്. വാഗ്ദാനം ചെയ്ത സ്കൂട്ടറും മറ്റു ഉപകരണങ്ങളും ലഭ്യമായില്ലെങ്കിലും നിക്ഷേപിച്ച പണമെങ്കിലും ലഭിക്കുമോ എന്നാണ് പണം നിക്ഷേപിച്ച സാധാരണക്കാർ ചോദിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി.
ഒരു വാഹനം സ്വന്തമാക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ ആ വാഹനം സ്വന്തമാക്കി നിർമ്മിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കലഞ്ഞൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിത്യൻ. 3 പേർക്ക് സഞ്ചരിക്കാവുന്ന തരത്തിൽ സൗരോർജ്ജത്തിലും പെട്രോളിലും ഓടുന്ന വാഹനമാണ് ഈ കൊച്ചുമിടുക്കൻ തയ്യാറാക്കിയത്. പാനൽ, ബാറ്ററി, മോട്ടോർ, ഒരു പെട്രോൾ എഞ്ചിൻ, മ്യൂസിക് സിസ്റ്റം എന്നിവയാണ് ആദ്യത്തെ നിർമ്മിച്ച വാഹനത്തിലുള്ളത്. സൗരോർജ്ജത്തിലും പെട്രോളിലും ഓടുന്ന വാഹനത്തിൽ 3 പേർക്ക് സഞ്ചരിക്കാം. ആകെ നിർമ്മാണ ചെലവ് 10,000 രൂപ. മുൻപ് ആദിത്യനും കൂട്ടുകാരും സബ്ജില്ലാ ശാസ്ത്രമേളയ്ക്ക് പങ്കെടുത്തപ്പോൾ കണ്ട കാറിന്റെ മോഡലാണ് ഇങ്ങനെയൊരു വാഹനം നിർമ്മിക്കാനുള്ള ആശയത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് മനസ്സിൽ തോന്നിയ ആഗ്രഹം സ്കൂളിലെ ടീച്ചർമാരോട് പങ്കുവച്ചു. അവരും പൂർണ്ണ പിന്തുണ നൽകി. പണ്ട് സബ്ജിലെ മത്സരത്തിന് പോയിരുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അന്ന് തോന്നിയ ആശയം 9ാം ക്ലാസ് അവസാനത്തോടെ ഞങ്ങൾ ടീച്ചറിനോട് പങ്കുവെച്ചു. ടീച്ചർ അപ്പോൾ പറഞ്ഞു, നമുക്ക് ഇതേപോലെ ഒരു വണ്ടി ഉണ്ടാക്കാം, പ്ലാനൊക്കെ വരച്ച് സെറ്റാക്കാം. അപ്പോൾ അതേപോലെ പ്ലാനൊക്കെ വരച്ച് ടീച്ചറിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇതിന് പൈസ ചെയ്തിട്ട് ചിലവാകുമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, പൈസ കുഴപ്പമില്ല, ടീച്ചറായിട്ട് വന്ന് പൈസ ഇട്ട് സഹായിക്കാന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയതാ. കൂട്ടുകാരും 2 വീലർ മെക്കാനിക്കായ അച്ഛൻ പ്രകാശും വാഹന നിർമ്മാണത്തിനുള്ള സഹായങ്ങളുമായി ആദ്യത്തിനൊപ്പം ചേർന്നു. സാമ്പത്തികം ചോദിച്ചാൽ സ്കൂളിൽ എനിക്ക് പൈസ തന്നായിരുന്നു, ടീച്ചർ തന്നായിരുന്നു. പിന്നെ ബാക്കി നമ്മളും കൂടെ ചെയ്ത് ഒപ്പിച്ചെടുക്കാം. ബുദ്ധിമുട്ടൊക്കെയാ, എന്നാലും ചെറുക്കനില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുത്താണ്. സോളാർ പവർ ഇല്ലാത്തപ്പോൾ വാഹനം ഓടിക്കാൻ സ്കൂട്ടറിന്റെ എഞ്ചിനാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. പുതിയ വാഹനത്തിനുള്ള മനോഹരമായ ബോഡിയും കവറിങ്ങും നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ആദിത്യൻ. ന്യൂസ് 18 പത്തനംതിട്ട. ആലപ്പുഴ പത്തിയൂരിൽ സ്റ്റേഡിയം ഒരുങ്ങുന്നു. കായംകുളം പഞ്ചായത്ത് ഹൈസ്കൂൾ മൈതാനമാണ് സ്റ്റേഡിയമാക്കി മാറ്റുന്നത്. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഡിയം നിർമ്മാണം. ഫുട്ബോൾ, ഹോക്കി തുടങ്ങിയ കായിക വിനോദങ്ങളുടെ പരിശീലനത്തിന് ഉതകുന്ന രീതിയിലാണ് സജ്ജമാക്കുന്നത്. ഗാലറി, പോൾ ലൈറ്റുകൾ, ഡ്രൈനേജ്, ഡ്രസ് ചേഞ്ചിംഗ് റൂമുകൾ, ഭിന്നശേഷിക്കാർക്കുൾപ്പെടെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. ഡ്രൈനേജ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷവും കായിക വകുപ്പിൽ നിന്ന് 50 ലക്ഷവുമാണ് സ്റ്റേഡിയത്തിനായി വകയിരുത്തിയത്. 9 മാസത്തിനുള്ളിൽ സ്റ്റേഡിയം പ്രവർത്തന സജ്ജമാകുമെന്ന് പ്രതിഭ MLA പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന സ്കീമിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ കായിക വകുപ്പും 50 ലക്ഷം രൂപ MLA ഫണ്ട് ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ പഞ്ചായത്ത് ഗ്രൗണ്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ ലോങ് ജമ്പ് പിറ്റും ഒക്കെയായി മനോഹരമായ രൂപത്തിൽ ഡ്രസ് ചേഞ്ചിങ് സെന്ററും ഒക്കെയായി ബൗണ്ടറി വാൾ ഉണ്ടാവും, ലൈറ്റ്സ് ഉണ്ടാവും. അങ്ങനെ ആ കിട്ടിയ സ്ഥലത്ത് മനോഹരമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ പത്തിയൂർ പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ വർഷങ്ങളായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുക. ന്യൂസ് 18 കായംകുളം. തിരുവനന്തപുരം ജില്ലയിലെ 2ാമത്തെ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂള് കാട്ടാക്കടയിൽ അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കും. ഡിപ്പോ വളപ്പിലാകും സ്കൂൾ പ്രവർത്തിക്കുക. CMD പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഡിപ്പോയിലെത്തി സ്ഥല സൗകര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനമെടുത്തത്. 5 ഏക്കർ വിസ്തൃതിയുള്ള ഡിപ്പോയിൽ നിന്നും കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിക്കാനും ഡിപ്പോയിലെ സ്ഥലം പരമാവധി വികസന കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനും IB സതീഷ് MLA മന്ത്രി ഗണേഷ് കുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി. സീവേജ് പ്ലാന്റ് സ്ഥാപിക്കുന്നതുൾപ്പെടെ കാട്ടാക്കട പഞ്ചായത്ത് നൽകിയ വിവിധ പദ്ധതികൾക്ക് ഉടൻ അംഗീകാരം നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി MLA അറിയിച്ചു. ഡിപ്പോയുടെ ഭാവി വികസനം മുന്നിൽ കണ്ട് പദ്ധതി തയ്യാറാക്കാൻ MLAയുടെയും CMDയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചു. വിശദമായ പദ്ധതി തയ്യാറാക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തെയും ചുമതലപ്പെടുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. ഉടമ റിമാൻഡിലായെങ്കിലും അമ്മിണിക്കുട്ടി അനാഥയായില്ല. ആടുജീവിതമായി പോകേണ്ട അമ്മിണിക്കുട്ടിക്കിപ്പോൾ അടിപൊളി ലൈഫാണ്. സുരക്ഷിത കരങ്ങളിലാണ് അമ്മിണിക്കുട്ടിയുടെ കാവലും കരുതലും. പോലീസിനെ കണ്ടാൽ ഇപ്പോൾ അമ്മിണിക്കുട്ടിക്ക് പേടിയില്ല.
തന്റെ ഉടമകളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഉറക്കെ കരഞ്ഞെങ്കിലും പോലീസ് തന്നെ സംരക്ഷിക്കുന്നതിൽ അമ്മിണിക്കുട്ടിക്ക് ആശ്വാസം. ഇനി അമ്മിണിക്കുട്ടി ഇവിടെ എത്തിയ കഥ പറയാം. ദിവസങ്ങൾക്ക് മുമ്പ് ചിതറ കല്ലുവെട്ടാംകുഴിയിൽ അനധികൃത ഗ്യാസ് വിപണന കേന്ദ്രത്തിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. വീട് വാടകയ്ക്കെടുത്തായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. നാട്ടുകാർക്ക് സംശയം തോന്നാതിരിക്കാൻ വളർത്തുമൃഗങ്ങളെയും ഇവർ വീട്ടിൽ പാർപ്പിച്ചു. പ്രതികളെ കസ്റ്റഡിയിലെടുത്തതോടെ ഇവർ ഒറ്റയ്ക്കായി. നായയെയും പൂച്ചയെയും ഒക്കെ മൃഗസംരക്ഷണ പ്രവർത്തകർ ഏറ്റെടുത്തു. പക്ഷേ ആട് ഒറ്റയ്ക്കായി. ഇതോടെ പോലീസുകാർ അമ്മിണിയെ സ്റ്റേഷനിലേക്ക് കൂട്ടുകയായിരുന്നു. അങ്ങനെ അമ്മിണി എന്ന പേരും നൽകി. മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ആടല്ല പട്ടിയെയും പൂച്ചയൊക്കെ കൊണ്ടുപോയി. അപ്പം ആടിനെ കൊണ്ടുപോകാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുവരികയും ഇവിടെ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്മിണിക്ക് വെള്ളവും ആഹാരവും എല്ലാം നൽകുന്നത് ഇവിടുത്തെ പോലീസുകാർ തന്നെ. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ഉടമകൾ ഇറങ്ങും വരെ അമ്മിണി ചിതറ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകും. ന്യൂസ് 18 കൊട്ടാരക്കര. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീണ്ടും കല്യാണ മാമാങ്കം. ഇന്ന് 215 വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ നടന്നത്. വിവാഹ ചടങ്ങുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 5 മണി മുതൽ വിവാഹം ആരംഭിച്ചു. ഉച്ചയോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി. അവധി ദിനം കൂടിയായതിനാൽ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ദർശനത്തിനെത്തിയ ഭക്തരെ നിർമ്മാല്യ ദർശനം മുതൽ കൊടിമരത്തിന് മുന്നിലൂടെ 4 അമ്പലത്തിലേക്ക് പ്രവേശിപ്പിച്ചു. വധൂവരന്മാരുടെ പാർട്ടികളും ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ 24 പേർക്ക് മാത്രമേ കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശനം അനുവദിച്ചുള്ളൂ. EV കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ അടൂർ മീഡിയ ക്ലബിന്റെ നേതൃത്വത്തിൽ അടൂർ ദേശപ്പെരുമ പുരസ്കാര സമർപ്പണവും കലാസാരഥി കലാപഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു. കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത രംഗങ്ങളിൽ മികവ് തെളിയിച്ച വ്യക്തികൾക്കും സംഘടനകൾക്കുമുള്ള പുരസ്കാരവും മന്ത്രി വിതരണം ചെയ്തു. കലാസാരഥി കലാപഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. മീഡിയ ക്ലബ്ബ് പ്രസിഡന്റ് അൻവർ എം സാദത്ത് അധ്യക്ഷത വഹിച്ചു. RR മോഹനൻ പുരസ്കാരം ന്യൂസ് 18 അവതാരക ആര്യ ആർ ദേവൻ സ്വീകരിച്ചു. തിരുവനന്തപുരം കരമന സഹോദര സമാജം NSS കരയോഗം നൽകുന്ന 6ാമത് സാഹിത്യ പുരസ്കാരം പ്രമുഖ സാഹിത്യകാരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ AM ഉണ്ണികൃഷ്ണന്. ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും 25,555 രൂപയും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ഫെബ്രുവരി 16-ാം തീയതി 5 മണിക്ക് കരമന NSS കരയോഗ മന്ദിരത്തിൽ നടക്കുന്ന കുടുംബ സംഗമത്തിൽ മുൻ DGP അലക്സാണ്ടർ ജേക്കബ് പുരസ്കാരം സമ്മാനിക്കും. മലപ്പുറം നിലമ്പൂർ മുത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സൈക്കോളജി വിഭാഗം കെഗ്നോസിയ 2K25 എക്സ്പോ സംഘടിപ്പിച്ചു. കുട്ടികൾക്കും പൊതുസമൂഹത്തിനും മനഃശാസ്ത്ര അവബോധം വളർത്തുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, മാനസിക ആരോഗ്യം സംരക്ഷിക്കുക, കുട്ടികളിൽ നേതൃപാഠവം വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് എക്സ്പോ സംഘടിപ്പിച്ചത്. മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ലാസർ പുത്തർക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോളേജ് സിഇഒയും സൈക്കോളജി വിഭാഗം HODയുമായ ഫാദർ വർഗീസ് കണിയാപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. TK സതീശൻ, ജോസ് പറക്കുംതാനം, നീതു M ദിൽസ എന്നിവർ പ്രസംഗിച്ചു. മാള ഡിസോൺ കലോത്സവത്തിലെ SFI KSU സംഘർഷത്തിൽ ചേർപ്പ് CIക്ക് സസ്പെൻഷൻ. സംഘർഷത്തിന് ശേഷം KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റി വിട്ടതിനാണ് CI പ്രദീപിനെ സസ്പെൻഡ് ചെയ്തത്. അതേസമയം സ്ഥലം CIക്കെതിരെ നടപടിയെടുക്കാതെ ചേർപ്പ് CIക്കെതിരെ നടപടിയെടുത്തതിൽ പോലീസുകാർക്കിടയിൽ അമർഷമുണ്ടെന്നാണ് വിവരം. മാള CI സജിൻ ശശിക്കെതിരെയും അന്വേഷണമുണ്ടാകും. സംഘർഷം നിയന്ത്രിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. സംഘർഷം നടന്നത് CI നോക്കി നിൽക്കുകയാണെന്ന പരാതിയും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. ആലപ്പുഴയിൽ കൊലപ്പെടുത്തിയ വൃദ്ധ മാതാപിതാക്കളുടെ മൃതദേഹം സംസ്കരിച്ചു. വീടിന് സമീപത്തായി ഒറ്റ ചിതയാണ് ഇരുവർക്കുമായി ഒരുക്കിയത്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും മകൻ കൊലപ്പെടുത്തിയത്. രാവിലെ 10 മണിയോടെയാണ് രാഘവന്റെയും ഭാര്യ ഭാരതിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത്. തുടർന്ന് കത്തിയമർന്ന വീടിന് സമീപത്തായി ഒറ്റ ചിതയിൽ സംസ്കാരം.
ഗോദാവരി, സരസ്വതി, നർമ്മദേ, സിന്ധു, കാവേരി, ജലേസ്മിൻ. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങി നിരവധി ആളുകൾ വൃദ്ധദമ്പതികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മകൻ വിജയന് മാത്രമാണ് കൃത്യത്തിൽ പങ്കെന്നാണ് പോലീസ് നിഗമനം. ഇന്നലെ തന്നെ ഇതു സംബന്ധിച്ച തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. തെളിവെടുപ്പും പൂർത്തിയാക്കി. കൊലപാതകം, വീടിന് തീവെക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ.